അങ്ങനെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങേനെ വെയിലത്ത് വെച്ച് ഉണക്കണം. നന്നായിട്ട് പൊളിയെടുത്തിട്ടേ ഇതിങ്ങനെ ചെറിയ കട്ടി കുറഞ്ഞ കഷ്ണങ്ങളാക്കണം. എന്നിട്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, ഉപ്പ് ഒന്നും ഇടണ്ട. ഉണക്കി കഴിഞ്ഞ ശേഷമാണ്, ഒരുപാട് ഉണങ്ങരുത്, ഒരു ഉണക്കത്തിൻ്റെ പാകം കേട്ടോ. ഒരു ദിവസം ഫുൾ ഉണക്കി, രണ്ടാമത്തെ ദിവസം ഒരു പകുതി ഉണക്കിയാൽ മതി. നമ്മൾ കൊപ്രയൊക്കെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അതേപോലെ ഒന്ന് ഉണക്കാം. അങ്ങനെ ഉണങ്ങിയോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മളിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നതാണല്ലോ, അതുകൊണ്ട്. പിന്നെ കഷ്ണങ്ങളൊക്കെ നോക്കിയിടണം, അതായത് ഒരുപാട് ചെറുതാവരുത്, ഒരുപാട് വലുതാവരുത്. അപ്പോൾ ചെറുതുണങ്ങും വലുതുണങ്ങാതെ, അപ്പം അങ്ങനെ വരരുത് എന്നുള്ളൊരിതുണ്ട്. കുറേ കാലം നിൽക്കട്ടോ അച്ചാറുണ്ടാക്കി വെച്ചാലേ, ഒരുപാട് നേരം, ദിവസങ്ങളോളം മാസങ്ങളോളം വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പം തന്നെ ഞാൻ ഓർമ്മ എടുക്കുന്ന അച്ചാറുണ്ടല്ലോ ഇവിടെ, അതൊരു 5 മാങ്ങ, ചെറുത് മൂക്കാത്ത മാങ്ങയിരുന്നത്, ഇതുപോലെ വിളഞ്ഞില്ല. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ മറച്ചുകൊണ്ട് വന്ന് ഇട്ടതാണ്. അതിനിപ്പോൾ ഒരു മാസമായി. പിന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അച്ചാറുണ്ടാക്കുമ്പോൾ. നമ്മൾ അച്ചാറിടുന്ന പാത്രവും തവി ഇളക്കാനെടുക്കുന്നതും എല്ലാം ഡ്രൈ ആയിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഈ അച്ചാർ കേടുകൂടാതെ 1 വർഷമോ 2 വർഷമൊക്കെ നിൽക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു അച്ചാറായിരുന്നു. അവരുണ്ടാക്കിയത് കഴിച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്ന പ്രകാരമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല അച്ചാറാണെന്ന്. അപ്പം നല്ലൊരു അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ അടുത്ത മാങ്ങ വരുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാം. 7 മാങ്ങയാണ് ഞാൻ ചെത്തിയത്. ഒരു 1.5 കിലോ ഒക്കെ കാണും. ഇത് പച്ചയിലാണ് കേട്ടോ 1.5 കിലോ കാണുമെന്ന് പറയുന്നത്. ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു പകുതിയാവും. അതുപോലെ ഒന്നും ചെത്താതെയാണിത് ചീകി ഉണക്കേണ്ടത്. അപ്പം എല്ലാവരും അതുപോലെ മാങ്ങ കൂടുതലുള്ളവരൊക്കെ കുറച്ച് മാങ്ങയ്ക്ക് ഇങ്ങനെയും കുറച്ച് മാങ്ങ ചെത്തിയിട്ട് ഉപ്പിട്ടിട്ടും ഒക്കെ വെച്ചോളും. നമുക്ക് മഴക്കാലത്തെ നല്ലൊരു അച്ചാർ കൂട്ടിയിട്ടേ ചോറോ കഞ്ഞിയോ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചപ്പാത്തിക്ക് വരെ ഈ അച്ചാർ കൂട്ടും. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നല്ല മാങ്ങയാണ് ഞാൻ എത്തിച്ചു തരാം. ഇവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ചനച്ച മാങ്ങ. ഇതിനി അച്ചാറിടുന്നത് 2 ദിവസം കഴിഞ്ഞായിരിക്കും. അപ്പോഴേ കാണിച്ചു തരാമേ. മാവിൽ നിന്ന് പറിച്ച് ചൊനയെല്ലാം കഴുകി ഒരു ദിവസം ഫുള്ള് വെച്ചു. വാർന്നതിന് ശേഷം ആണ് ചെത്തുന്നത്. ചെത്തിയിടുന്ന പാത്രം, കത്തി, ഒന്നിലും വെള്ളം ഉണ്ടാകാൻ പാടില്ല.
എത്രണ്ണം ചെത്തി? 9 എണ്ണം ചെത്തി. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ മാങ്ങ? ഇനിയും ചെത്താനുണ്ട്, കുറേ ഉണ്ട്. ഒരു 10 കിലോയെങ്കിലും വേണം.